എല്ലാ വിധത്തിലുള്ള അറിവുകളും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. എല്ലാ അറിവും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആരും അത് പ്രയോഗിക്കില്ല. ആ അറിവനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ ചെയ്യൂല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും അവർ ആസ്വദിക്കും ചെയ്യും, അവരത് അനുസരിച്ച് ജീവിക്കും ചെയ്യും. അവർക്കറിയാം ഒരു ജീവിതമുള്ളൂ, അവർ അത് കൺട്രോൾ ചെയ്ത് ജീവിക്കും ചെയ്യും. നമ്മളെ ആൾക്കാരാണ് അത് ശരിക്ക് എന്താ പറയുക, അതിലൊരു ചമ്മലും ഒരു കുറവും കാണിക്കൽ നമ്മളെ ആൾക്കാരാണ്. പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ട് ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭാര്യ അവിടെ ജോലി തന്നെയാണ്. നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവളകത്ത് 24 മണിക്കൂറും ജോലി ചെയ്യുന്നുണ്ട്. നമുക്കൊരു ജോലിക്ക് ഒരു ടൈമും കാര്യങ്ങളും ഒരു വർക്ക് ടൈമും ഒക്കെ ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞ് നമ്മളെ ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരും. പക്ഷെ ഭാര്യ അങ്ങനെയല്ല, രാത്രി കിടന്നുറങ്ങുന്നത് വരെ അവർക്ക് പണിയാണ്. അപ്പോൾ രണ്ട് വീട്ടിലേക്കും ജോലി കഴിഞ്ഞിട്ട് അവർ വരുന്ന നേരത്ത് ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ഹഗ് ചെയ്ത്, അതുപോലെ തന്നെ ആ നെറ്റിത്തടത്തിലൊരു മുത്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അന്ന് ചെയ്ത ജോലിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് കുറയും. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുറയും. ഇതൊക്കെ അറിവുള്ള ആൾക്കാരാണ് കേട്ടോ. അതൊക്കെ പഠനങ്ങൾ, വിശേഷം ഇതൊക്കെ വിദേശ രാജ്യങ്ങൾ മുതലാക്കുന്നുണ്ട്. അവർക്ക് ഇതനുസരിച്ച് ജീവിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ എന്താ പറയുക, ഒരുപാട് ഹോർമോണുകൾ എന്താ പറയുക വർദ്ധിപ്പിക്കും. ഒരുപാട് എന്താ പറയുക, ആരോഗ്യപരമായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഭാര്യക്കും ഭർത്താവിനും വരും. അതൊന്നും നമ്മളെ ആൾക്കാർ ചെയ്യൂല. പക്ഷേ വിദേശ രാജ്യങ്ങൾ ഇതൊക്കെ ചെയ്യും. നമ്മളെ നാട്ടിലിപ്പോൾ എന്താണെന്ന് പറയുക, ഇപ്പോൾ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഒന്ന് പുറത്ത് പോയി, വീണ്ടും പുറത്തൊക്കെ ഒന്ന് പോയി കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് വീണ്ടും വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും, എന്ത് ചെയ്യും, നേരെ കിടന്നുറങ്ങും. ഭാര്യൻ്റെത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഭാര്യ എന്താ പറയുക, കിച്ചൻ്റെ പണിയും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഭർത്താവിന് ചിലപ്പോൾ നേരം വെളുക്കാനായിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. എന്നാലോ ഇനിയിപ്പോൾ അതല്ല, നേരം ഇപ്പോൾ രണ്ടാളും കൂടി കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചോദിച്ചു, കോഴിക്കോട് അടച്ചാ ആ ഡോറ് പൂട്ടിയാ, ബാക്കത്തെ ഡോറ് പൂട്ടിയാ, എന്താ വൃത്തി കുളിച്ചാ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ എന്താ അത് ഇത് അങ്ങനെയുള്ള ചോദ്യങ്ങളാവും. അല്ലാതെ ഈ വക പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊന്നും അവർ എന്താ പറയുക, ഒരുവിധം ഭർത്താക്കന്മാരും ഭാര്യമാരൊന്നും ചിന്തിക്കില്ല, പ്രവർത്തിക്കില്ല. പക്ഷേ ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കുക. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കി. ഞാൻ സത്യമല്ല പറഞ്ഞത്, നുണയാണോ? ഇതിൽ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ. ഇതൊക്കെയാണ് പറഞ്ഞത്. ആ ജോലി കഴിഞ്ഞ് വന്ന സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ജീവിതം ആസ്വദിക്കും ചെയ്യുക. കുറേ പ്രശ്നങ്ങളും കുറയും. പിന്നെ കുറേ എന്താ പറയുക, നമ്മളെ മനസ്സിന് തന്നെ ഓരോരോ ഭയങ്കര സന്തോഷം കിട്ടും. ഓരോരോ പഠനങ്ങളും പറയണേ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നല്ലതാണോ ചീത്തയാണോ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല നല്ല കമൻറ്റ് ഇടുന്നുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ